മുടി കൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ കാണിച്ചൊരു മാസീവ് സൈക്കോളജിക്കൽ മിസ്റ്റേക്ക്. കൊഴിഞ്ഞ മുടി മൊത്തം കവറിനകത്തെടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. ആദ്യം കൗതുകത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും പിന്നെ ഇത് കാണുമ്പോഴത്തേനും എനിക്ക് എക്സ്ട്രാ സ്ട്രെസ്സായി. എനിക്ക് മുടി കൊഴിയാൻ വേണ്ടി തുടങ്ങി. ഞാനിത് കാണുമ്പോഴത്തേനും അയ്യോ ഇത്രയും മുടി പോയോ എന്നുള്ളൊരു എഫക്റ്റാണ്. പിന്നെ ഞാനത് നിർത്തിയിട്ടോ. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ഈ കാണുന്ന പോലെ കുറച്ച് മുടി നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ കൊഴിയലോടാ, അത്രയ്ക്ക് തന്നെ കൊഴിച്ചിലുള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ ഈ കൊത്തായിട്ട് മുടി കൊഴിയുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ ഹെയർ കെയർ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തൊരു ഓയിലാണ് കേട്ടോ ഇത്, ഭൂമിക ബേദിക്സിൻ്റെ ഹെയർ കെയർ ഓയിൽ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. എനിക്ക് മെയിൻലി എൻ്റെ ഹെയർ കെയർ ജേർണിയിൽ എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ കുറയാനും എൻ്റെ താരം നല്ല രീതിക്ക് കുറച്ച് തരാനും പിന്നെ ഉള്ള മുടി നീളം വെക്കാനും ഹെൽപ്പ് ചെയ്തൊരു ഓയിലാണ്. പണ്ടൊക്കെ അമ്മ കാച്ചി തരുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല, നമുക്കറിയാമല്ലോ, പകുതി തിങ്സ് കിട്ടാനില്ല ആയുർവേദ ഐറ്റംസ് ഒന്നും. അപ്പോൾ ഇങ്ങനൊരു ഹെയർ ഓയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും സെറ്റാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിന് എല്ലാവർക്കും ഇതിലെ കൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മളിങ്ങനെ മുടിയിൽ എണ്ണയൊക്കെ വെക്കുമ്പോഴത്തേനും കുറച്ച് മുടിയൊക്കെ ഇതുപോലെ കൊഴിഞ്ഞു വരും. അത് നോർമലി ഉള്ളതാണ്. അതിന് നിങ്ങൾ അത്ര ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതുള്ള മാസീവ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾറെഡി ഞാൻ 4 ബോട്ടിൽ തീർത്തു. ഇതെൻ്റെ 5ാമത്തെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവൻ്റെ പേജും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് for watching. Bye.